രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങൾ അങ്ങയോട് അടുത്തു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അങ്ങ് സ്വീകരിക്കുമാറാകണമേ. അല്പസമയം വചനവുമായി നിൽക്കട്ടെ. ഞങ്ങളുടെ ക്രൂശിൻ്റെ നിഴലിൽ മറച്ചുകൊള്ളണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പിൻ്റെ നാളുകളിൽ സീനിയർ സ്റ്റാർസിനോട് ചേർന്ന് എനിക്കും അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുവാൻ അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവല്ലോ. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിൽ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നാം ദൈവത്തോട് എപ്രകാരം പ്രാർത്ഥിക്കണം? ആർക്കെങ്കിലും എതിരെ പ്രാർത്ഥിക്കുവാനോ ആരെയെങ്കിലും ശപിച്ച് പ്രാർത്ഥിക്കുവാനോ പാടില്ല. ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനുമാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മത്തായി 5:44 കാണുവാൻ സാധിക്കും. യാക്കോബ് 3:10 ഇപ്രകാരം നാം വായിക്കുന്നു: ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. റോമർ 12:14 നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സകലരോടും മനഃപൂർവ്വമായി ക്ഷമിക്കണം എന്നാണ് ഈ വചനങ്ങളിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം മനഃപൂർവ്വം ക്ഷമിക്കുന്നവരാണോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തതായി, സ്വയം പുകഴ്ത്തിക്കൊണ്ടോ നീതീകരിച്ചുകൊണ്ടോ പ്രാർത്ഥിക്കുവാൻ പാടില്ല. ലൂക്കോസ് 18:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം ഒരിക്കലും പരീശനെ പോലെ സ്വയം നീതീകരിച്ചുകൊണ്ടും മറ്റുള്ളവരെ താരതമ്യം ചെയ്തുകൊണ്ടും ഉള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ പാടില്ല. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന അപേക്ഷയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. ഉപായ രൂപേണയുള്ള പ്രാർത്ഥന അർപ്പിക്കുവാൻ പാടില്ല. മത്തായി 23:13 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപായരൂപേണയുള്ള ദീർഘമായ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ പാടില്ല.
മനുഷ്യനെ കാണിക്കാനുള്ള പ്രാർത്ഥനകൾ കപടഭക്തിയുടെ പ്രാർത്ഥനകളായാണ് ഇവിടെ കാണുന്നത്. ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും ലഭിക്കുക. ഒരിക്കലും മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ടതിന് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകസ്നേഹവും അശുദ്ധ ജീവിതവും പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ കഴിയുന്നില്ല? 15-ാം സങ്കീർത്തനം നാം നോക്കുമ്പോൾ, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? താഴോട്ടുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാൻ 9:31 പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അതായത് പാപജീവിതം പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വ്യക്തിപരമായ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത മനോഭാവം പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കും. മർക്കോസ് 11:25-26 നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഒരു മടിയും കൂടാതെ മനഃപൂർവ്വമായി ക്ഷമിക്കണം എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരപ്പും അനുരഞ്ജനവും പ്രാപിക്കേണ്ട ജീവിത അനുഭവങ്ങളിൽ അതുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു തടസ്സവും കൂടാതെ നമുക്ക് പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കുടുംബജീവിതത്തിലെ അപസ്വരങ്ങൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കും. 1 പത്രോസ് 3:7 ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കണം. 1 കൊരിന്ത്യർ 3:5 ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പലപ്പോഴും പരസ്പരം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ഒരു പകലിനപ്പുറം നീണ്ടുപോകാൻ പാടില്ല. അപ്രകാരം നീണ്ടുപോകുകയാണെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വളരെയധികം തടസ്സം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിയോജിപ്പുകളും സ്വരച്ചേർച്ച ഇല്ലായ്മയും പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിവേകത്തോടെ കുടുംബ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പത്രോസ് ഉപദേശിക്കുന്നത്. അതുപോലെ എഫേസ്യർ 5:3 ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നുവെന്നും 1 പത്രോസ് 3:1 കൊലോസ്യർ 3:18 എന്നീ വാക്യങ്ങളിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്നും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവിശ്വാസമാണ് പ്രാർത്ഥനയ്ക്കുള്ള മറ്റൊരു പ്രധാന തടസ്സം. എല്ലാ പ്രാർത്ഥനയും ഫലവത്തായതാണ് എന്ന് നാം തിരിച്ചറിയണം. ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടിയുണ്ട്. പ്രാർത്ഥനകളൊന്നും ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. പ്രാർത്ഥന വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. വിതച്ചാൽ ഉടൻ കൊയ്യാൻ കഴിയുന്നില്ല. വിത്ത് കിളിർത്ത് സസ്യമായി വളർന്ന് പ്രായപൂർത്തിയായി പൂത്ത് കായ്ച്ച് ഫലം തരണം. അപ്പോഴാണ് കൊയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന് സങ്കീർത്തനം 126:5 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കാണത്തക്ക വിധത്തിൽ അപ്പോൾ തന്നെ ലഭിച്ചില്ലെങ്കിലും അത് എനിക്ക് ലഭിക്കും എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന
മറ്റ് ഘടകങ്ങൾ ബാഹ്യവും പ്രകടവുമായ ഘടകങ്ങളാണ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ അതിഥികൾ ഭവനത്തിൽ വരിക, മൊബൈൽ റിംഗ് ചെയ്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കുക, അല്ലെങ്കിൽ മറ്റ് ബാഹ്യമായ ചിന്തകൾ, ഇവയെല്ലാം പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നവയാണ്. എന്നാൽ പ്രാർത്ഥിക്കണം എന്ന ശക്തമായ വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇത്തരം തടസ്സങ്ങളെയെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിഥികൾ വന്നാൽ അവരെയും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കുക. പ്രാർത്ഥനാ സമയത്ത് മൊബൈൽ ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടുവയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. മുൻഗണന എപ്പോഴും പ്രാർത്ഥനയ്ക്ക് നൽകണം എന്ന് മാത്രം. പൈശാചിക പ്രവർത്തനങ്ങളും പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാം. 1 യോഹന്നാൻ 3:8 പ്രകാരം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. നാം എല്ലാവരും പാപികളാണ്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുള്ള തടസ്സവും മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ആത്മാവ് ആകുന്നത് പോലെ തന്നെ പിശാചും ആത്മാവാണ്. ദൈവപൈതലായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും പാപത്തിൽ വീണു പോയാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് വളരെയധികം വേദനിക്കും. വളരെയധികം ആഴത്തിലുള്ള പാപത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിലെ ആത്മാവ് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടാകും. ഈ സമയം പിശാചിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കയറുകയും പിന്നെ തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പിശാചിന് അടിമപ്പെട്ട പ്രവർത്തനങ്ങളായി മാറും. ഇത് നാം യഥാർത്ഥമായി ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് പാപമോചനം നേടി എങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഒരിക്കലും പാപത്തിൽ വീണു പോകാൻ ഇടവരരുത് എന്നുള്ളതാണ് നാം ഈ വചനത്തിൽ കൂടി പഠിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും തന്നെയാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും എന്നാണ് 2 ദിനവൃത്താന്തം 7:14 എഴുതിയിരിക്കുന്നത്. ദൈവവുമായുള്ള അനുരഞ്ജനവും നിരപ്പുമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിനുള്ള കാരണം ദൈവവുമായുള്ള അകൽച്ചയാണ്, അതായത് നമ്മുടെ പാപമാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ എപ്രകാരമാണ് അങ്ങയോട് പ്രാർത്ഥിക്കേണ്ടത് എന്നും പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നും ചിന്തിച്ചു. ഒരു തടസ്സവും കൂടാതെ അങ്ങയോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോ എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാകിയല്ലോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാകിയല്ലോ. കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും
മുഖം തിരിച്ചാൽ അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാൽ ശ്വാസം തകരുന്നവൻ മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാൽ ശ്വാസം തകരുന്നവൻ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും വരവടുത്തുപോയി മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തുപോയി മാനസാന്തരത്തിന്റെ സമയമായി നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായസനത്തിൽ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു ദാനിയേലിന്റെ ദൈവം വാക്കുമാറപ്പോ അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും ദാനിയേലിന്റെ ദൈവം വാക്കുമാറപ്പോ അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും ദാനിയേലിന്റെ ദൈവം വാക്കുമാറപ്പോ അന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ നാമമല്ലാതെന്തു യോഗ്യത